ഹലോ നമസ്കാരം. നമ്മളിന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് ഒരു വാഹനത്തിൻ്റെ സ്റ്റിയറിങ് കട്ട് ചെയ്യുകയാണെങ്കിൽ അതെന്ത് കാരണത്താലാണ് നമുക്കിങ്ങനെ പരിഹരിക്കാം എന്നൊരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ ആണ് ഇതിനെ നമുക്ക് ആദ്യം ബോണറ്റ് ഓപ്പൺ ചെയ്തിട്ട് പവർ സ്റ്റിയറിങ്ങിൻ്റെ ടാങ്കിൽ ഓയിലുണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് സ്റ്റിയറിങ് ടാങ്കിൻ്റെ സൈഡിൽ നമുക്ക് മിനിമം മാക്സിമം എന്നീ ലെവലിൽ കാണാം. അതിൽ മാക്സിമത്തിനും മിനിമത്തിനും ഇടയ്ക്ക് ഓയിൽ ലെവലായിരിക്കുന്നതായിരിക്കും നല്ലത്. മാക്സിമത്തിൽ കൂടുതലാണെങ്കിൽ ഓയിൽ ലീക്ക് ആകാൻ ചാൻസ് ഉണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെ ഓയിലുണ്ട്. ഓയിൽ കുറവാണെങ്കിൽ അത് ഇതിൽ ലീക്ക് ആകുന്നതെന്ന് ചെക്ക് ചെയ്യുക. അത് ലീക്ക് പരിഹരിക്കുക. അത് നമുക്ക് ലീക്ക് വരുന്ന ചിലപ്പോൾ പൈപ്പുകൾ പമ്പിൽ നിന്നും സ്റ്റിയറിംഗ് ബോക്സിലേക്ക് കൊടുത്ത് പ്രഷർ പൈപ്പിലാകാൻ ലീക്കാകാൻ ചാൻസ് ഉണ്ട്. അത് ചെക്ക് ചെയ്യുക. ലീക്ക് ഉണ്ടെങ്കിൽ ലീക്ക് പരിഹരിക്കുക. ആ പൈപ്പുകളൊക്കെ ചെക്ക് ചെയ്യുക. പിന്നെ നോക്കേണ്ടത് ബെൽറ്റ്, പവർ സ്റ്റിയറിങ്ങിൻ്റെ പമ്പിലേക്ക് കൊടുത്തിരിക്കുന്ന ബെൽറ്റ് ലൂസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതറിയാൻ സ്റ്റിയറിങ് തിരിക്കുമ്പോൾ ഒരലപ്പ് നമുക്ക് കേൾക്കാൻ സാധിക്കും. അതുപോലെ തന്നെ എല്ലാ ബെൽറ്റും ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. അതായത് താഴത്തെ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ പുള്ളിയിൽ നിന്ന് ബെൽറ്റ്, ഓൾട്ടർനേറ്ററിൻ്റെ ബെൽറ്റ് ലൂസായാലും സ്റ്റിയറിങ് കട്ടി വരാം. അതും ചെക്ക് ചെയ്യണം. പ്രസ് ചെയ്യുമ്പോൾ പറയാം ലൂസാണെങ്കിൽ അത് ടൈറ്റ് ചെയ്യുക. പിന്നെ നോക്കേണ്ടത് ഫ്രണ്ടിലെ വീൽ അലൈൻമെൻറ്റ് കറക്റ്റ് അല്ലെങ്കിൽ സ്റ്റിയറിങ് കട്ടി വരാം. നമുക്ക് കയ്യിൽ നിൽക്കത്തില്ല. സ്റ്റിയറിങ് എതിലേലും പോകുന്നത് നമുക്ക് തോന്നും. അത് കറക്റ്റ് ആക്കുക. പിന്നെ സ്പിൻഡിൽ ടൈറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. സ്പിൻഡിൽ ടൈറ്റ് ആണെങ്കിൽ അത് ഫ്രീ ആക്കുക. പിന്നെ സ്പിൻഡിൽ ബെയറിങ് കംപ്ലൈൻറ്റ് ഉണ്ടോ നമുക്ക് കാണാം. ബെയറിങ് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അവിടെ കാണുന്നതാണ് ബെയറിങ്. അത് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. അത് കംപ്ലൈൻറ്റ് ആണെങ്കിൽ അത് ശരിയാക്കുക. പിന്നെ സ്റ്റിയറിങ് സ്പിൻഡിൽ ഗ്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗ്രീസിങ് ചെയ്യുക. രണ്ട് സൈഡിലും ഗ്രീസിങ് ചെയ്യേണ്ടതാണ്. പിന്നെ നോക്കേണ്ടത് നമുക്കാണ് സ്റ്റിയറിംഗ് ബോക്സിലേക്ക് കൊടുത്തിരിക്കുന്ന യൂണിവേഴ്സൽ ജോയിൻറ്റ്, 2 യൂണിവേഴ്സൽ ജോയിൻറ്റ് കാണാം. അതിന് എന്തെങ്കിലും ടൈറ്റ് ഉണ്ടെങ്കിൽ, തിരിയാൻ ടൈറ്റ് ഉണ്ടെങ്കിൽ സ്റ്റിയറിംഗ് കട്ടി വരാം. അത് ചെക്ക് ചെയ്യാം. പിന്നെ സ്റ്റിയറിംഗ് ബോക്സിൻ്റെ ഫൗണ്ടേഷൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. പിന്നെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ എൻഡുകൾക്ക് എന്തെങ്കിലും ടൈറ്റ് ഉണ്ടോ, ഗ്രീസ് ചെയ്തിട്ടില്ലെങ്കിൽ ഗ്രീസ് ചെയ്യുക.